എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ജയരാജ്. CSI ദക്ഷിണ കേരള മഹായിടവയിലെ വെള്ളർ ഡിസ്ട്രിക്റ്റിലെ മുട്ടച്ചൽ സഭ അംഗമാണ്. 1991 ദക്ഷിണ കേരള മഹായിടവയുടെ സഭാ ശുശ്രൂഷകനായി സജീവ സേവനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. 1983 മുതൽ സഭയുടെ സൺഡേ സ്കൂൾ സെക്രട്ടറിയായും യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയായും 90 വെള്ളർ ഡിസ്ട്രിക്റ്റിലെ യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അവസരം നൽകി. ഈ കാലയളവിലാണ് ദക്ഷിണ കേരള മഹായിടവയിലെ ഒരു സജീവ ശുശ്രൂഷകനായി തീരണമെന്നുള്ള ചിന്തയും ആഗ്രഹവും ഉണ്ടായത്. ഈ കാലയളവിൽ സഭയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായതുകൊണ്ട് തന്നെ സഭയിലെ പുരോഹിതരും സഭയുടെ നേതൃത്വരംഗത്ത് നിൽക്കുന്ന ആളുകളുടെയും പ്രോത്സാഹനം ആ കാലയളവിൽ ലഭിക്കുവാനായിട്ട് ഇടയായി. ഡിഗ്രി പഠനം കഴിഞ്ഞപ്പോൾ തന്നെ മഹായിടവയിലെ ഒരു സജീവ ശുശ്രൂഷകനായി തീരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1991 ജൂൺ മാസത്തിൽ ദക്ഷിണ കേരള മഹായിടവയിലെ ഒരു സഭാ ശുശ്രൂഷകനായി പ്രവേശിക്കുവാനായിട്ട് ദൈവം കൃപ നൽകി. ഈ കാലയളവിൽ വെള്ളർഡയിലെ ശാന്തിനികേതൻ എന്ന ട്യൂട്ടോറിയൽ കോളേജിലെ ഒരു അധ്യാപകനായിട്ടാണ് ആദ്യം എൻ്റെ പ്രവർത്തന മേഖല ആരംഭിക്കുവാനായിട്ട് ഇടയായത്. 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു മഹത്തായ പാരൽ കോളേജായിരുന്നു ശാന്തിനികേതൻ കോളേജ്. അവിടെ ഒരു അധ്യാപകനായി പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആ കാലയളവിലാണ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ തൽപരനായി സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കുവാനായിട്ട് ഇടയായത്. അഭിവന്യ ശ്യാമുലവർണ്ണൻ തിരുമേനി ദക്ഷിണ കേരള മഹായിടവയുടെ ബിഷപ്പായി ചുമതലയേറ്റതിന് ശേഷം BD പ്രൊബേഷന്മാരെ തിരഞ്ഞെടുക്കുന്ന ആദ്യ ബാച്ചിൽ എനിക്കും അതിൽ പങ്കെടുക്കുന്നതിനും സെലക്ഷൻ ലഭിക്കുന്നതിനും ഇടയായി. അങ്ങനെയാണ് ഞാൻ 1991 മുതൽ ദക്ഷിണ കേരള മഹായിടവയുടെ സജീവ ശുശ്രൂഷകനായി പ്രവേശിക്കുവാനായിട്ട് ഇടയായത്. BD പ്രൊബേഷൻ കാലഘട്ടം CSI തത്തൂര് സഭയിലായിരുന്നു ശുശ്രൂഷ നിർവഹിച്ചിരുന്നത്. 1994 കണമുല ഐക്യവൈദിക സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയായി BD വിദ്യാർത്ഥിയായി പ്രവേശനം ലഭിച്ചു. 1998 കണമുല വൈദിക സെമിനാരിയിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച് CSI ആടുമങ്കാട് സഭയുടെ സഭാ ശുശ്രൂഷകനായി മഹായിടവ നിയമിച്ചു. 1999 ഓർഡിനേഷൻ ലഭ്യമാകുന്നതിന് ഇടയായി. പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് 25 വർഷം 2024 പൂർത്തിയാകുകയാണ്. പിന്നിട്ട കഴിഞ്ഞ 25 വർഷം ദൈവം അത്ഭുതകരമായി വഴി നടത്തി. ദക്ഷിണ കേരള മഹായിടവ നിരവധി ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഉള്ള അവസരം ദൈവം നൽകി. പ്രത്യേകിച്ച് ഈ നാളുകളിൽ മഹായിടവയുടെ യുവജന പ്രവർത്തകനായി 2001 മുതൽ 2005 വരെയുള്ള കാലഘട്ടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം കാവടിത്തലയ്ക്കൽ സഭയുടെ ശുശ്രൂഷകനായി മഹായിടവ നിയമിച്ചു. അവിടെ സേവനം ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതേ തുടർന്ന് ആറ്റിങ്ങൽ ഡിസ്ട്രിക്ട് ചെയർമാനായിട്ടും സേവനമനുഷ്ഠിച്ചു. അവിടെ 5 വർഷക്കാലം ശുശ്രൂഷ നിർവഹിച്ചു. 2012 ദക്ഷിണ കേരള മഹായിടവയുടെ സൺഡേ സ്കൂൾ കോർഡിനേറ്ററായി നിയമനം ലഭിച്ചു. 2018 വരെ
സൺഡേ സ്കൂളിൻ്റെ കോർഡിനേറ്ററായി ഇതര ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ദൈവം കൃപ നൽകി. മഹായിടവയുടെ യുവജന പ്രവർത്തകൻ എന്ന നിലയ്ക്ക് 2001 മുതൽ 2005 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിരവധി പ്രോഗ്രാം ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. പ്രധാനമായും യുവജനങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലുള്ള ഉന്നമനത്തിനു വേണ്ടി നിരവധി സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിനും മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടത്തുന്നതിന് കഴിഞ്ഞു. പ്രധാനമായും സിവിൽ സർവീസ് ഓറിയൻറ്റേഷൻ, സിവിൽ സർവീസ് മേഖലകളിൽ സഭയിലെ അംഗങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുന്നതിനും ആ മേഖലയിലുള്ള സാധ്യതകളെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. മഹായുടെ തലത്തിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. ദീർഘവർഷങ്ങളായി മഹായിടവകയിൽ സ്പോർട്സ് രംഗത്ത് വളരെ പ്രോത്സാഹനം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 2001 കാലഘട്ടം. അഭിനന്ദ മോസ്റ്റ് റവറൻഡ് JW ഗ്ലാസ്റ്റൺ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മഹായിടവകയിൽ കായിക മേഖലകൾ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി മേള സംഘടിപ്പിച്ചു. അതുമുതൽ ഇന്നുവരെയും അത് വളരെ ഭംഗിയായി സ്പോർട്സ് മീറ്റ് നടന്നു വരുന്നു. അതുപോലെ തന്നെ സംവാദങ്ങൾ, ശാന്തി സംവാദം എന്ന് പറഞ്ഞാൽ ആ കാലയളവിൽ ഉണ്ടായ സാമൂഹിക, രാഷ്ട്രീയ, അന്തർദേശീയ വിഷയങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. മഹായിടവയിൽ ആദ്യമായിട്ട് ഇദംപ്രദമായി കലാരംഗത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റേജ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കാനായിട്ടുള്ള അവസരമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് തന്നെ മഹായിടവയിൽ ആർട്സ് ഫെസ്റ്റിവൽ വളരെ ഭംഗിയായി സംഘടിപ്പിച്ച് അതിന്നും അത് തുറന്നു വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ. അതേപോലെ തന്നെ ചെന്നൈ മുതൽ കന്യാകുമാരി വരെ സമാധാന സന്ദേശ റാലി CSI സിനഡ് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതിന് കഴിഞ്ഞു. ആ CSI സിനഡ് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ സമാധാന സന്ദേശ റാലിയിൽ ദക്ഷിണ കേരള മഹായിടവക സജീവമായി പങ്കെടുത്തത് ഈ സമയത്ത് ഓർക്കുകയാണ്. അങ്ങനെ ഈ 5 വർഷക്കാലം മഹായിടവയുടെ യുവജന പ്രവർത്തന മേഖലകളിൽ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അവസരമുണ്ടായി. മാത്രമല്ല, ഈ ഡയസസിലെ കുഞ്ഞുങ്ങളെ, ബാലികാ ബാലന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ബാലനസഖ്യം മഹായിടവത്തിൽ ഏകോപിപ്പിച്ചു കൊണ്ടുവരാനിടയായി. നമ്മുടെ CSI സഭകളിലെല്ലാം ബാലനസഖ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബാലനസഖ്യത്തെ യൂണിയർ യൂത്ത് ഫെലോഷിപ്പ് ബാലനസഖ്യത്തെ മഹായിടവത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെല്ലാം ഇടയായി. അങ്ങനെ 5 വർഷക്കാലം മഹായിടവയുടെ യുവജന പ്രവർത്തന നിലയ്ക്ക് വളരെ ശ്രദ്ധേയമായ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതേ തുടർന്ന് സഭകളിലുള്ള ശുശ്രൂഷകൾ ആറ്റിങ്ങൽ മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കാനായിട്ട് ഇടയായി. അവിടെ സിസ്റ്റർ എലിസബത്ത് ജോയൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലോക്കൽ മാനേജർ എന്ന നിലയ്ക്ക് അവിടെ നിരവധി കാര്യങ്ങൾ ആ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അന്നത്തെ മാനേജ്മെൻറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മഹായിടവയുടെ കീഴിൽ ഇന്നത്തെ കൊല്ലം കൊട്ടാരക്കര മഹായിടവയുടെ ഭാഗമായിരിക്കുന്ന ലൈറ്റ് ടു ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ 3 വർഷക്കാലം അതിൻ്റെ സൂപ്രണ്ടൻ്റായിട്ട് അവിടെ സേവനമനുഷ്ഠിച്ചു. പ്രത്യേകിച്ച് കാഴ്ച വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിൽ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ കാലയളവിൽ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം ദൈവം നൽകി. ആ സ്ഥാപനം ഇന്ന് വളരെ ഭംഗിയായി നടന്നു വരുന്നു. പ്രത്യേകിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഇപ്പോൾ കാഴ്ച വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് ആ കാലയളവിൽ 300-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. ആ കാലയളവിൽ ഏറ്റവും അനിവാര്യമായിരുന്ന ഒരു മേഖലയായിരുന്നു അത്. ദക്ഷിണ കേരള മഹായിടവക ആരംഭിച്ച് വളരെ ഭംഗിയായി അതിൻ്റെ പ്രവർത്തനം നടത്തപ്പെടുവാനായിട്ട് ഇടയായി. അതേ തുടർന്ന് ദക്ഷിണ കേരള മഹായുടെ സൺഡേ സ്കൂളിൻ്റെ കോർഡിനേറ്ററായി നിയമനം ലഭിച്ചപ്പോൾ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്രിസ്തീയ വിദ്യാഭ്യാസം എല്ലാവർക്കും എന്നുള്ള ആ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ദക്ഷിണ കേരള മഹായിടവകയിൽ സൺഡേ സ്കൂൾ എല്ലാവർക്കും ക്രിസ്തീയ വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഒരുക്കി.
അതുകൊണ്ട് മഹായിടവയിൽ അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഒരു നിശ്ചിത ഏജിന് മുകളിൽ ആരും സൺഡേ സ്കൂളിൽ വരാറില്ലായിരുന്നു. പക്ഷേ ആ കാലയളവിൽ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം, ക്രിസ്തീയ വിദ്യാഭ്യാസം എല്ലാവർക്കും അനിവാര്യമാണ് എന്ന് ചിന്തിച്ച് അത് മഹായിടവ തലത്തിൽ നടപ്പിലാക്കാനായിട്ടിടയായി. ഇന്ന് CSI ദക്ഷിണ മഹായിടവയിൽ ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും സൺഡേ സ്കൂൾ പഠിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. അതേപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിന്നരം മാഗസിൻ ആരംഭിച്ചത് ഞാൻ കോർഡിനേറ്ററായിരുന്ന ആ സമയത്താണ്. വളരെ ഭംഗിയായി ആ മാഗസിൻ ഇന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവിടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി, അവിടെ ഹൃദയത്തോട് ചേർത്തണയ്ക്കുന്ന ഒരു നല്ലൊരു മാഗസീനായി ഇന്ന് അത് പബ്ലിഷ് ചെയ്തു വരുന്നു. അതിലേറെ സന്തോഷമാണ് ഉള്ളത്. അപ്പോൾ ഈ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കുഞ്ഞുങ്ങൾക്ക് അധ്യാത്മിക തലങ്ങളിലും ഭൗതിക തലങ്ങളിലും അവരുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ ഉന്നമന ലക്ഷ്യമാക്കി നിരവധി കാര്യങ്ങൾ ആ കാലയളവിൽ ചെയ്യുന്നതിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ധർമ്മരാജ് പ്രസാലം തിരുമേനിയുടെ പ്രോത്സാഹനം ഈ കാലയളവിൽ വളരെ ലഭിക്കുവാനായിട്ട് ഇടയായി. അതോടൊപ്പം തന്നെ നമ്മുടെ മഹായിടവയുടെ SIUC വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ 2002 മുതൽ വളരെ സജീവമായി പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് മഹായിടവയിലെ 1947 മുമ്പ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് CSI സഭയുടെ ഭാഗമായി മാറിയ ആളുകൾക്ക് ലഭിക്കുന്ന സംവരണാനുകൂല്യങ്ങൾ പല സമയങ്ങളിലും ബഹുമാനപ്പെട്ട കോടതികളിലും അതോടൊപ്പം ഗവൺമെൻറ് തലത്തിലുമൊക്കെ വളരെ അനിശ്ചിതത്വം ഉണ്ടായ കാലയളവ് ഒക്കെ ആയിരുന്നു. പക്ഷേ ആ സമയത്ത് സമയോചിതമായി മഹായിടവ നേതൃത്വത്തോട് ചേർന്ന് ഇടപെടുന്നതിനും ആ സംവരണാനുകൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി CSI ദക്ഷിണ കേരള മഹായിടവ സഭാ ജനങ്ങൾക്ക് അവർ സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ചാണ് SIUC എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ 1947 മുമ്പ് സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് CSIയോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ 1932 മുതൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സംവരണാനുകൂല്യങ്ങൾ അത് പല സന്ദർഭങ്ങളിലും ബഹുമാനപ്പെട്ട കോടതികളിലും ഗവൺമെൻറ്റിലുമൊക്കെ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ SIUCയുടെ ചരിത്രം പഠിക്കുന്നതിനും SIUC ജനതയുടെ ഉന്നമനത്തിനു വേണ്ടിയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള മഹായിടവയുടെ പ്രയത്നങ്ങളിൽ അതിൽ ഒരാളായി എനിക്കും കൂടെ നിൽക്കാനായിട്ട് കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. 1806 മുതൽ LMS മിഷണറിമാർ ആരംഭിച്ച സുവിശേഷ പ്രവർത്തനങ്ങളായിരുന്നു തിരുവിതാംകൂറിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിനും ഉന്നമനത്തിനും കാരണമായി തീരുവാൻ ഇടയായത്. അവരാരംഭിച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ സുവിശേഷത്തിൽ തൽപരരായ ആളുകൾ സഭയോട് ചേരുകയും SIUC എന്ന മഹത്തായ സഭ രൂപപ്പെടുന്നതിന് ഇടയായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നൊരു സഭയിലെ ജനങ്ങളുടെ ഉന്നമനവും ക്ഷേമവും ഈ സഭയുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ദക്ഷിണ കേരള മഹായിടവ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടിടയായി. എനിക്ക് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യം, സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി കമ്മീഷനുകളിൽ സഭയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഇടപെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മൈനോറിറ്റി കമ്മീഷനായാലും ശരി, ബാക്ക്വേർഡ് കമ്മീഷനായാലും ശരി, ഇവിടെയുള്ള മുന്നോക്ക വിഭാഗങ്ങളുടെയൊക്കെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കിയ കമ്മീഷനിലൊക്കെ സഭയെ പ്രതികരിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദക്ഷിണ കേരള മഹായിടവയുടെ പാസ്റ്റർ ബോർഡ് സെക്രട്ടറി എന്ന നിലയിലും സേവനമനുഷ്ഠിക്കാൻ ദൈവം കൃപ നൽകി. 3.5 വർഷക്കാലം ഈ സഭയുടെ വൈദികരുടെ ക്ഷേമത്തിന് വേണ്ടി, സഭാ ശുശ്രൂഷകരുടെ ക്ഷേമത്തിന് വേണ്ടി അവരോടൊപ്പം നിന്ന് അവരിലൊരുവനായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി കാണുകയാണ്. ദൈവം കാലാകാലങ്ങളിൽ സഭയുടെ ശുശ്രൂഷകൾ വിശ്വാസ സമൂഹത്തിൻ്റെ
സംരക്ഷണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നല്ല നേതൃത്വത്തെയാണ് ദൈവം നിയോഗിക്കുന്നതെന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഈ ദക്ഷിണ കേരള മഹായിടവയിൽ 650-ലധികം സഭാ ശുശ്രൂഷകരുണ്ട്, 625ഓളം സഭകളുണ്ട്. ഈ സഭകളുടെ ശുശ്രൂഷകൾ ശരിയായി നിർവഹിക്കുന്നതിന് വേണ്ടിയും സഭയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്കും ഭൗതികമായ വളർച്ചയ്ക്കും അവിടെ സാമുദായികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് വൈദികർ നേതൃത്വം നൽകുന്നത്. അപ്പം അതുകൊണ്ട് വൈദികരെ എക്വിപ്പ് ചെയ്യുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള ശുശ്രൂഷ അഭിനന്ദ പ്രസാദം തിരുമേനിയോട് ചേർന്ന് നിന്ന് ചെയ്യാനായിട്ട് കഴിഞ്ഞതും ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ്. അതോടൊപ്പം അഭിനന്ദ തിരുമേനി സ്ഥലത്തില്ലാത്ത സമയങ്ങളിൽ ബിഷപ്പ് കമ്മീസറിയായി അദ്ദേഹം നിയോഗിച്ചിട്ടുണ്ട്. അതും വിശ്വസ്തയോടെ ആ കാലയളവിൽ അങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഈ സഭയെ നയിക്കുന്നതിനോ സഭാ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നതിന് ഒരാൾക്ക് കഴിയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദൈവം നൽകിയ കൃപയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഞാൻ 1983 സഭയുടെ എൻ്റെ മാതൃസഭയുടെ സൺഡേ സ്കൂൾ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതുമുതൽ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി കുഞ്ഞുങ്ങളുടെ ആത്മീയ പരിപോഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. 1990 വെള്ളട ഡിസ്ട്രിക്റ്റിൻ്റെ യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറിയായും നിയോഗിക്കപ്പെട്ടു. ഈ കാലയളവിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നതാണ് ഏറ്റവും മഹത്വരമേറിയ പ്രവർത്തനം, ശുശ്രൂഷയെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മിനിസ്ട്രിയിൽ വന്നത്. ആ കാലയളവിൽ ഞാൻ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനൊരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ 1050 രൂപ ശമ്പള സ്കെയിലിൽ ഒരു ജോലി കിട്ടുവാനായിട്ടിടയായി. ആ സമയത്താണ് ദക്ഷിണ കേരള മഹായിടവയുടെ BD പ്രവേശന്മാരെ തിരഞ്ഞെടുക്കുന്നു എന്ന് ഞാൻ അറിയുകയും ആപ്ലിക്കേഷൻ നൽകി അന്ന് എന്നെ BD പ്രവേശനായി അബ്രം തിരുമേനിയുടെ നേതൃത്വത്തിൽ ഇൻ്റർവ്യൂ നടത്തി പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ച് വിടുവാനായിട്ട് ഇടയായി. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ആ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് എനിക്കറിയാവുന്ന ഉത്തരം ഞാൻ പറയുവാനായിട്ട് ഇടയായി. ഒടുവിൽ ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഘട്ടത്തിൽ അഭിനന്ദ തിരുമേനി എന്നെ പ്രാർത്ഥിച്ച് നിയോഗിച്ചാണ് അയക്കുവാനായിട്ട് ഇടയായത്. അതെൻ്റെ ജീവിതത്തെ വളരെ ചിന്തിപ്പിച്ച കാര്യമാണ്. ഒന്ന്, ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അന്ന് ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കുമ്പോൾ 1050 രൂപ ശമ്പള സ്കെയിലിൽ നിയമനം ലഭിച്ച ഉത്തരവുണ്ട്. മറ്റൊന്ന്, ഈ സഭയുടെ ശുശ്രൂഷകനായി വരുമ്പോൾ 275 രൂപയാണ് അന്ന് മഹായിടവയുടെ BD പ്രവേശന്മാർക്ക് ശമ്പള ഇനത്തിൽ ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു തീരുമാനമെടുക്കാനായിട്ട് ആലോചിക്കുമ്പോൾ ദൈവിക ശുശ്രൂഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ദൈവം എൻ്റെ ഉള്ളിൽ എനിക്ക് ഉറപ്പ് നൽകി. ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ കാലയളവിൽ സർക്കാർ ജോലി കിട്ടുക എന്നത് ഇന്നത്തെ പോലുള്ള ഒരു വെല്ലുവിളിയല്ല. പ്രത്യേകിച്ച് അന്ന് ഞാൻ ട്യൂഷൻ എടുക്കുന്ന സമയമാണ്, പാരൽ കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് എഴുതിയാൽ പാസ്സാകും, കിട്ടും എന്നുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി മുമ്പോട്ട് പോകേണ്ട ദൈവിക വേലയാണ് ഏറ്റവും നല്ലത് എന്ന് എൻ്റെ ഉള്ളിൽ തീരുമാനമെടുക്കാനായിട്ടുള്ള കൃപ ദൈവം എനിക്ക് നൽകി. അതാണ് എൻ്റെ ജീവിതത്തിൽ സുവിശേഷ വേലയോടുള്ള താല്പര്യം. പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ സുവിശേഷ വേലയ്ക്കായി വരാറുള്ളൂ. ഇന്ന് കാണുന്നത് പോലുള്ള ഞങ്ങളുടെ ഡയസിസിൽ ധാരാളം ആളുകൾ ഇന്ന് ചെറുപ്പക്കാർ സുവിശേഷ വേലയ്ക്കായി വരുന്നുണ്ട്. പക്ഷേ ആ കാലയളവിൽ അപ്രകാരമുള്ള ഒരു താല്പര്യം യുവജനങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവകൃപയാണ് എന്ന് ഞാൻ കാണും.
സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിവിധ മാനങ്ങളുണ്ട്. അത് കലാരൂപത്തിലൂടെയും കായിക തലങ്ങളിലുമൊക്കെ നമുക്ക് സാക്ഷ്യം നിറവേറ്റാൻ കഴിയും എന്നത് ശ്രദ്ധേയമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വചനമുണ്ട്, നാട്യം കൊണ്ടും നടനം കൊണ്ടും എങ്ങനെയായാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാം. അപ്പോൾ അഭിനയം അതൊരു ദൈവം നൽകിയൊരു കലയാണ്. ആ അഭിനയ കലയിലൂടെയും നമുക്ക് സുവിശേഷ പ്രവർത്തനം നടത്തുവാനായിട്ട് കഴിയും എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യപരമായി ഇന്ന് പൊതുസമൂഹത്താണ് നമ്മുടെ യുവതലമുറ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കുന്ന അവരുടെ താലന്തുകൾ അത് വിശ്വാസ പരിപോഷണത്തിന് അധിഷ്ഠിതമായി വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹായുടെ തലത്തിൽ ഇത്തരത്തിലുള്ള ആർട്സ് ഫെസ്റ്റിവലായാലും സ്പോർട്സ് മീറ്റായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാനായിട്ട് വേണ്ടി ഉള്ള ഒരു ആലോചന ഉണ്ടായത്. അത് ആ കാലയളവിൽ മഹാഡവയ്ക്ക് നേതൃത്വം നൽകിയ അഭിനയ തിരുമേനിമാരും ഭാരവാഹികളും വളരെ പിന്തുണ നൽകുവാനായിട്ട് ഇടയായി. അപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ ബഹുമുഖ പ്രതിഭയായി വളരാൻ വേണ്ടുന്ന മോട്ടിവേഷൻ സഭ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ആധ്യാത്മിക തലങ്ങളിൽ മാത്രമല്ല ഭൗതിക തലങ്ങളിലും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നതിനൊക്കെ സാധിച്ചിട്ടുള്ളത്. വൈദിക വൃത്തി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വിളിയില്ലാതെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇത് നമ്മുടെ സ്വന്തം പ്രവൃത്തിയല്ല ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി ദൈവജനത്തെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ്. കാലാകാലങ്ങളിൽ സഭയെ നയിക്കുന്നതിന് വേണ്ടി സഭയുടെ മേൽപ്പട്ടക്കാരായും പട്ടക്കാരായും സഭാ ശുശ്രൂഷകരുമായിട്ടൊക്കെ പലർക്കും ദൈവം വിളിച്ച് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവവിളിയില്ലാതെ ആർക്കും ഈ ദൗത്യം ചെയ്യാനായിട്ട് കഴിയത്തില്ല. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ചേർത്തണച്ചു, 12 പേരെ ആദ്യം തിരഞ്ഞെടുത്തു. അതിനുശേഷം ശിഷ്യന്മാർ നിരവധി ശുശ്രൂഷ ചെയ്യാനായിട്ട് അവിടെ പിൻഗാമികളെ അവർ തിരഞ്ഞെടുത്തു. അപ്പം അത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവവിളിയല്ലാതെ ദൈവഹിതത്തിന് വിരുദ്ധമായി നമുക്ക് ആർക്കും ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം വിളിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യാൻ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വൈദികൻ എന്ന നിലയ്ക്ക് ജനങ്ങളുടെ മധ്യേ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ് പ്രധാനപ്പെട്ട എൻ്റെ ആഗ്രഹം. അതിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ദക്ഷിണ കേരള മഹായിടവയുടെ പാസ്വേഡ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ മഹായിടവയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ടി പ്രവീൺ അദ്ദേഹം മഹായിടവയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം സപ്തപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് മഹായിടവയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് അവസരമുണ്ടായി. അതേപോലെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ. മഹായിടവയിൽ ഏകദേശം 3500-4000 വരുന്ന പാലിയേറ്റീവ് കെയറിൽ സംരക്ഷണം നൽകുന്ന പേഷ്യൻ്റുണ്ട്. അപ്പോൾ അവിടെ ഇടയിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളിലും കൂടുതൽ സജീവമാകുക എന്നതാണ് എന്നെ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവകൃപയാൽ തുറന്ന് ദൈവം നൽകുന്ന ആ ആയുസ് മുഴുവനും ദൈവരാജ്യത്തിൻ്റെ നിർവൃതിക്ക് വേണ്ടി, പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മൾ ഓരോ കാര്യങ്ങളും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഈ സഭയിലുള്ള ആളുകൾ മാത്രമല്ല, പൊതുസമൂഹത്തിനും അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ 216 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ സഭ CSI സഭ അന്ന് LMS സഭയായിട്ട് ആരംഭിച്ചു. 1907 സൗത്ത് ഇന്ത്യ യുണൈറ്റഡ് ചർച്ച് ആയത്.
അത് 1947 CSI എന്ന് അറിയപ്പെട്ടു. അപ്പോൾ 716 വർഷത്തിലധികം വരുന്ന പ്രവർത്തന പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സഭയ്ക്ക് നേതൃത്വം നൽകിയ സഭാ ശുശ്രൂഷകരും മേൽപ്പട്ടക്കാരുമെല്ലാം അവർ ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്തു. അതൊക്കെ പൊതുസമൂഹത്തിൻ്റെ വളർച്ച കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ടി മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെയും നന്മ ലാക്കാക്കി പ്രവർത്തിക്കാൻ കഴിയണം. വേദോസ് നമ്മെ പഠിപ്പിക്കുന്നത് നീ ആയിരിക്കുന്ന ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേശത്തിനുണ്ടാകുന്ന നന്മ നിനക്ക് ലഭിക്കും. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ദൈവം അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ആ ദൈവം പൊതുസമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. ഉദാഹരണം പറഞ്ഞാൽ മഴയ്ക്ക് വേണ്ടി, മഴയില്ലായിരിക്കുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മഴ ഒരാളിന് മാത്രമായിട്ട് മഴ പെയ്യത്തില്ല. ഒരു ദേശത്തിന് വേണ്ടി മഴ ലഭിക്കുമ്പോൾ അതിൻ്റെ ഗുണം നിനക്ക് ലഭിക്കും. അതാണ് വേദോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നാമും ദൈവകൃപയിൽ വളരും, നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും.